إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صدق الله العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനമുള്ള സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും നല്ല രീതിയിൽ തഖ്വ ചെയ്യുന്ന അവൻ്റെ നല്ല മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നു പോയ എല്ലാ പിഴവുകളും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി അവൻ്റെ ഇഷ്ടത്തിലായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്കേവർക്കും പരിചിതമായ ഒരു പദമാണ് വസിയ്യത്ത് എന്നത്. നമ്മുടെ ആരുടെയെങ്കിലും അടുത്ത ബന്ധുക്കളോ മറ്റോ വേണ്ടപ്പെട്ടവരോ മരണസമയത്ത് നമ്മെ പറഞ്ഞേൽപ്പിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ എന്ന നിലയിലാണ് വസിയ്യത്തിനെ നാം പരിചയപ്പെട്ടിട്ടുള്ളത്. വസിയ്യത്ത് എന്ന പദത്തെ നമുക്കറിയാവുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ വസിയ്യത്ത് എന്നത്, പരിശുദ്ധ ഇസ്ലാമിൽ വസിയ്യത്ത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മരണസമയത്തുള്ള ചില ഏൽപ്പിക്കലുകൾക്ക് മാത്രമല്ല, മറിച്ച് ശരീഅത്തിലുള്ള വിധിവിലക്കുകളെ ഉപദേശങ്ങളെയും വസിയ്യത്ത് എന്ന് പരിചയപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. പല സന്ദർഭങ്ങളിലായിട്ട് വസിയ്യത്തിനെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർക്കും ഞാൻ വസിയ്യത്ത് നൽകി എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പരിശുദ്ധമായ ഖുർആനിലും ഹദീസിലും നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നബിതങ്ങളുടെ കൽപ്പനകളെയും എല്ലാം വസിയ്യത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും.
നമുക്ക് വേണ്ടപ്പെട്ടവർ നമുക്ക് നൽകുന്ന വസിയ്യത്തുകൾ അവരുടെ മരണശേഷം അല്ലെങ്കിൽ അവരെ രോഗശയ്യയിലായി കിടക്കുമ്പോൾ തന്നെ ഓരോ ആളുകളും എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് ആ വസിയ്യത്തിനെ പൂർത്തിയാകുന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. നമ്മളെ പറഞ്ഞേൽപ്പിച്ചു പോകുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് വളരെ ഭംഗിയായി തന്നെ അത് പൂർത്തീകരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ നാം നോക്കുകയാണെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയ്യത്ത് എന്ന നിലയിൽ എല്ലാ നബി തങ്ങളുടെ കൽപ്പനകളും വസിയ്യത്താണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതിലുപരിയായി ചില സന്ദർഭങ്ങളിൽ നബി തങ്ങൾ ഊന്നി പറഞ്ഞ ഒരുപാട് വസിയ്യത്തുകളുണ്ട്. ഞാൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നബി തങ്ങൾ നമ്മളെ പറഞ്ഞേൽപ്പിച്ചു പോയ കാര്യങ്ങളുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വസിയ്യത്തുകൾ നമ്മൾ പൂർത്തീകരിക്കുന്ന അതിൽ നമ്മൾ കാണിക്കുന്ന ശ്രദ്ധ ഈ ഹദീസിന്റെ വചനങ്ങളിൽ നമ്മൾ കാണിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല സ്വഹാബിമാരോടും നബി തങ്ങൾ വ്യക്തിപരമായി ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ ഉമ്മത്തിനോട് നബി തങ്ങൾ ചില വസിയ്യത്തുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനോടനുബന്ധിച്ച് നബി തങ്ങൾ രോഗശയ്യയിലായി കിടക്കുകയെ നടത്തിയ വസിയ്യത്തുകൾ സ്വഹാബികൾ അതുപോലെ തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീനായ നബി തങ്ങളുടെ ഇണകൾ നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ 5 ദിവസം മുമ്പ് ഇങ്ങനെ വസിയ്യത്ത് ചെയ്യുകയുണ്ടായി. അബൂ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഖ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തിദ് ദുനിയ. എനിക്ക് ശേഷം നിങ്ങളിൽ ഉണ്ടാകുന്ന ഫിത്നയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികതയുടെ അല്ലെങ്കിൽ അല്ലാഹു ഈ ദുനിയാവിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഈ ദുനിയാവിന്റെ വശീകരണമായ കാര്യങ്ങളെ നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകുന്നതിനെയാണ്. നിങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ നിഅമത്തുകൾ അനുഗ്രഹങ്ങൾ അധികരിക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി തങ്ങൾ പറയുകയുണ്ടായി. ദുനിയാവെന്ന് പറയുന്നത് അത് ആഖിറത്തിലേക്കുള്ള നിങ്ങളുടെ കൃഷിയിടമാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ അതിപ്രസരത്തിൽ നിങ്ങൾ മതിമറന്നു പോകരുതെന്ന് നബി തങ്ങൾ ആ വസിയ്യത്തിൽ പറയുകയുണ്ടായി. സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഒമാ സഹറത്തുദ് ദുനിയ യാ റസൂലല്ലാഹ്, നബിയെ ദുനിയാവിന്റെ പളപളപ്പെന്ന് പറഞ്ഞതുകൊണ്ട് തങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? നബി തങ്ങൾ പറഞ്ഞു, ബറകാത്തുല്ലാഹി അലൽ അർദ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് അധികമാകുമ്പോൾ നിങ്ങൾ അതിൽ മതിമറന്നുകൊണ്ട് ആഖിറത്തിനെ മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയ്യത്ത് ചെയ്യുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും ആ കാര്യം വ്യക്തമാക്കി പറയുകയുണ്ടായി. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിക്കാൻ ഒരുക്കി തന്ന ഈ ദുനിയാവിനെ പ്രാമുഖ്യം ചില സമയത്ത് കൊടുത്തു പോകുന്നുണ്ട്. എന്നാൽ നിങ്ങൾ അറിയണം, വലാഖിറതു ഖൈറു വ അബ്ഖ, ഏറ്റവും ഉത്തമമായത് അത് ആഖിറമാണ്, എന്നെന്നും അവശേഷിക്കുന്നത് ആഖിറമാണ്. അതുകൊണ്ട് നിങ്ങൾ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കണമെന്ന് അല്ലാഹുവും റസൂലും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുകയുണ്ടായി, എല്ലാ വസിയ്യത്തുകളും നബി തങ്ങളുടെ അവസാന സന്ദർഭത്തിൽ നബി തങ്ങൾ പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, ജൂത നസാറാക്കൾക്ക് മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കുകയുണ്ടായി, ആരാധനാ കേന്ദ്രങ്ങളാക്കുകയുണ്ടായി. എന്നിട്ട് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ നീ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നബി തങ്ങളുടെ ബോധം പോവുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്യുന്ന രീതിയിൽ ഒരുപാട് സമയങ്ങൾ നബി തങ്ങൾ വഫാത്തിന്റെ സമയത്ത് ബുദ്ധിമുട്ടുകയുണ്ടായി. ഓരോ സമയം ബോധം വരുമ്പോഴും നബി തങ്ങൾ ആളുകൾ നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നബി തങ്ങൾ പ്രധാനപ്പെട്ട ചില വസിയ്യത്തുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് ബോധം വന്നപ്പോൾ നബി തങ്ങൾ പറയുകയുണ്ടായി, അസ്സലാത അസ്സലാത വമാ മലക്കത് ഐമാനുക്കും,
നിങ്ങൾ നമസ്കാരത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം, നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. വമാ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ കീഴിലുള്ള ആളുകളുടെ വിഷയത്തിൽ നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണം. ആ വിഷയത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി തങ്ങൾ പറയുകയുണ്ടായി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന മിൻ ആഖിരി വസിയ്യത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞ വസിയ്യത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി നബി തങ്ങൾ പറഞ്ഞത് ഇതായിരുന്നു: നിങ്ങൾ നമസ്കാരത്തെക്കുറിച്ചും നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന അള്ളാഹു നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തന്ന ആളുകളുടെ വിഷയത്തിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണമെന്നായിരുന്നു നബി തങ്ങളുടെ അവസാനത്തെ വസിയ്യത്ത് എന്ന്. അതുപോലെ തന്നെ ഇത്തരത്തിൽ രോഗം മൂർച്ഛിച്ചിട്ടും നബി തങ്ങൾ കഴിയുന്നത്ര പള്ളിയിലേക്ക് വേച്ചുകൊണ്ട് നടന്നു വരികയും നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുകയുണ്ടായി. നമസ്കാരത്തിന്റെ സമയമായപ്പോൾ ഒരിക്കൽ ബോധം പോയിക്കൊണ്ട് പിന്നീട് ബോധം തിരിച്ചു വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നത് അസ്വല്ലന്നാസു, ജനങ്ങൾ നമസ്കരിച്ചോ എന്നാണ്. നബി തങ്ങൾക്ക് ഇനിയും പോയി ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിക്കാൻ കഴിയുമെന്ന് നബി തങ്ങൾ വിചാരിച്ചിട്ട് നബി തങ്ങൾക്ക് സാധിക്കാതെ ആയപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല മൗതിഹി ബിസലാസതി അയ്യാം, നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ 3 ദിവസങ്ങൾ മുമ്പ് നബി തങ്ങൾ ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു: ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ ഹുവ യുഹ്സിനു വന്ന ബില്ലാഹി അസ്സ വജല്ല, നിങ്ങളിൽ ഒരാളും തന്നെ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള നല്ല ഹുസ്നുള്ളന്നെ, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള നല്ല വിചാരമില്ലാതെ നിങ്ങൾ മരിക്കരുതെന്ന് നബി തങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള നല്ല വിചാരം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ നല്ലത് പറയും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എന്തിനാണ് എന്നെ ഇങ്ങനെ പടച്ചവൻ പരീക്ഷിക്കുന്നത് എന്നുള്ള രൂപത്തിലേക്ക് നമ്മുടെ ചിന്തകൾ മാറാൻ പാടില്ല. മരണത്തിന്റെ സമയത്ത് നബി തങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹു ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന നിലയിലുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചിരുന്നത്. ഏറ്റവും ഉന്നതമായ കൂട്ടുകാരനിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ സമയത്ത് സംസാരിച്ചിരുന്നത്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅല അല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, എന്ത് നമുക്ക് വിപത്തുകൾ ബാധിച്ചാലും ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു എനിക്ക് എന്താണോ വിധിച്ചത് അത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന് പറയുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ഈ രീതിയിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസിയ്യത്തുകൾ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അല്ലാഹു ആ വസിയ്യത്തുകളെല്ലാം പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെയും ഏറ്റവും നല്ല രൂപത്തിൽ നബി തങ്ങളുടെ വസിയ്യത്തുകളെ കൊണ്ടു നടക്കാനും അതിൽ യാതൊരു വീഴ്ചയും വരുത്താതെ പൂർത്തീകരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു തന്നത്, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വെളിച്ചമായിട്ടാണ് വന്നത്. ജാഹിലിയ കാലത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വെച്ച് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും, നബി തങ്ങളുടെ സുന്നത്ത്, നബി തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് ഏത് സമയത്തും വെളിച്ചമാണ്. വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാനു വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാ. അല്ലാഹു പറയുകയാണ്, വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇച്ഛിക്കുന്നവർക്ക് ഈ വെളിച്ചം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകും. അങ്ങനെയുള്ള ഒരു വെളിച്ചമായിട്ടാണ് നബി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിയോഗിച്ചത്. ഈ ആയത്തിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള നബി തങ്ങൾ ഞങ്ങൾക്ക് വെളിച്ചമാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് സ്വഹാബാക്കൾ നബി തങ്ങളെ പറ്റി തലഅൽ ബദറു അലൈന എന്ന് പാടിയത്. വദാഇന്റെ
ആ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ നിന്നും ഞങ്ങൾക്കിടയിലേക്ക് ഉദിച്ചു വന്ന വെളിച്ചമാണ്, ചന്ദ്രനാണ് നബിതങ്ങളെന്ന് സ്വഹാബാക്കൾ നബിതങ്ങളെ കുറിച്ച് മദ്ഹ് പാടിയത് നബിതങ്ങൾ അത്രത്തോളം അവരുടെ ജീവിതത്തിൽ വെളിച്ചമേകിയത് കൊണ്ടാണ്. ഇന്നും 6-ാം നൂറ്റാണ്ടിനെ പറ്റി ഡാർക്ക് ഏജ് എന്നും ഇരുണ്ട യുഗമെന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നത് അത്രത്തോളം ജാഹിലിയത്തിൽ അവർ അധപതിച്ചു പോയിരുന്നു. അങ്ങനെയുള്ള അവരുടെ ജീവിതങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയോഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിച്ചമാക്കി മാറ്റുകയുണ്ടായി. നബി തങ്ങളെന്ന ആ വെളിച്ചത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകുകയുണ്ടായി. അശ്റഫൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു, ഞങ്ങളിലേക്ക് ഉദിച്ചു വന്ന ഈ ചന്ദ്രൻ മുഖേന ഇന്ന് വരെ ഞങ്ങൾ വെളിച്ചമായി കരുതിയിരുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിമാനമായി ഞങ്ങളുടെ ഒപ്പം കൊണ്ടു നടന്നിരുന്ന ഈ വംശീയതയും ജാതീയതയും ഗോത്രമഹിമയുമെല്ലാം ഞങ്ങളിൽ നിന്ന് പോയി. ഇന്ന് ഞങ്ങൾ നബിതങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്ന വെളിച്ചത്തിലൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് അവർ പാടുകയുണ്ടായി. ഓരോ സഹാബാക്കളുടെ ജാഹിലിയത്ത് എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിലും, ഓരോ സഹാബിമാരുടെ ജാഹിലിയത്ത് എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിലും എങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ജീവിതത്തിൽ വെളിച്ചമെന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ജാഹിലിയത്തിൽ നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമായിരുന്നു പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയ ചില ഗോത്രങ്ങൾ. പെൺകുഞ്ഞുങ്ങൾ തങ്ങളുടെ മാന്യതയ്ക്ക് അന്തസ്സിന് നിരക്കാത്ത രൂപത്തിൽ അവരെ കണ്ടിരുന്ന ചില ഗോത്രങ്ങൾ, ചില ആളുകൾ അറബിയയിൽ ഉണ്ടായിരുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഈ വിവരം പറയുന്നുണ്ട്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. ഒരുപാട് ആളുകൾ ഇന്ന് പരാതി പറയുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വിഷമിക്കുന്ന ഒരു വിഷയമാണ്. ഒരുപാട് കാലമായി ഇന്നുവരെയും ഒരു കുട്ടിയെ കിട്ടിയില്ല, ഒരു കുഞ്ഞിക്കാല് കാണാൻ സാധിച്ചില്ല എന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ നോറ്റുകൊണ്ട് ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി കാത്തിരുന്ന് അവർക്ക് കുട്ടിയെ പറ്റി സന്തോഷ വാർത്ത അറിയിച്ചാൽ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. മഴ വരുന്നതിന് മുമ്പ് ആകാശത്തെ മേഘാവൃതമായി എങ്ങനെയാണോ അത് ഇരുണ്ടു മൂടുന്നത്, ആ രൂപത്തിൽ അവരുടെ മുഖങ്ങൾ ഇരുണ്ട് വികൃതമാകുമായിരുന്നു. അവർക്കത് സന്തോഷ വാർത്തയായിട്ട് അറിയിക്കപ്പെടുമ്പോഴും ദുരഭിമാനം മൂലം അവർ അവരുടെ സമുദായത്തിൽ നിന്നും അവരുടെ സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം അവർക്കൊരു പെൺകുഞ്ഞാണെന്നത് മറച്ചു പിടിച്ചിരുന്നു. ഞാൻ ഈ ദുരഭിമാനവും പേറി എൻ്റെ ഈ പെൺകുഞ്ഞിനെയും കൊണ്ട് എൻ്റെ ഈ നാട്ടുകാരുടെ ഇടയിൽ ജീവിക്കണോ, അതല്ല ഞാൻ അവരെ കുഴിച്ചു മൂടണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുമായിരുന്നെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അങ്ങനെ കുഴിച്ചു മൂടിയ ഒരുപാട് സഹാബികൾ നബി തങ്ങളോട് പിന്നീട് വന്നുകൊണ്ട് പറയുന്നുണ്ട്, നബിയെ, ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമോ? ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു, നന്മകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വളരെ കാത്തിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ ആ കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയവരാണ്. ഉപ്പ എന്നെ കൊല്ലല്ലേ എന്ന് പറയുന്ന ആ മുഖത്ത് നോക്കിക്കൊണ്ട് കുഴിയിൽ ഇറക്കി നിർത്തിക്കൊണ്ട് ഞങ്ങൾ കല്ലെറിഞ്ഞ് കൊന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കഥകൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുണ്ടായിരുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നക്ഷത്ര തുല്യരാക്കി മാറ്റുകയുണ്ടായി. അതുകൊണ്ടാണ് അവര് നബി തങ്ങളെ കുറിച്ച് അവരിലേക്ക് വന്ന വെളിച്ചമാണ് നബി തങ്ങളെന്ന് പറഞ്ഞത്. അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഹ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സഹാബാക്കള് നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുമെന്ന് നബി തങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയുന്ന രൂപത്തിൽ അവരെല്ലാവരും മാറുകയുണ്ടായി. അത് നബി തങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങൾ കേട്ടുകൊണ്ട് നബി തങ്ങളുടെ ആ വസിയത്ത് അവരുടെ ജീവിതത്തിൽ അവർ പൂർത്തിയാക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ജാഹിലിയത്തിൽ അഗ്ലദ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളെങ്ങാനും കഠിന ഹൃദയരായിരുന്നെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം നിങ്ങളുടെ ചുറ്റും നിന്നും ഓടിപ്പോകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രകൃതക്കാരനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഖത്താബിന്റെ ഒട്ടകങ്ങളെയും മേച്ചുകൊണ്ട് മക്കയിലെ മരുഭൂമികളിലൂടെ നടന്നിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തറിയപ്പെടുന്ന നീതിമാനായ ഭരണാധികാരിയായി മാറിയത് നബി തങ്ങളുടെ വസിയത്തുകളെ തൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു.
ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വഫാത്തിന്റെ സമയത്ത് അലി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ വെപ്രാളപ്പെട്ടുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂ ലുഅ്ലു എന്ന് പറയുന്ന മജൂസിയുടെ കുത്തേറ്റുകൊണ്ട് കിടക്കുകയാണ്. സ്വഹാബികള് ഉമർ റളിയല്ലാഹു അൻഹുവിന് മുന്തിരി നീര് കൊടുക്കുന്നുണ്ട്. അത് ആ മുറിവിലൂടെ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. പാല് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആ മുറിവിലൂടെ പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പോലെ തന്നെ അവസാന സമയത്ത് നമസ്കാരത്തിന്റെ വിഷയം വളരെയധികം ഗൗരവത്തിലെടുത്തിരുന്നു. ഫജ്ർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സുബ്ഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബൂ ലുഅ്ലു എന്ന് പറയുന്ന മജൂസി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കടാര കൊണ്ട് കുത്തുന്നത്. അതിനുശേഷം ബോധം വരുമ്പോഴേക്ക് നമസ്കാരത്തിന്റെ കാര്യം എന്തായി എന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരുന്നു. നബി തങ്ങളിൽ നിന്ന് കിട്ടിയ ആ ഒരു പാഠം അദ്ദേഹം തന്റെ ജീവിതത്തിൽ പകർത്തുകയാണ്. അപ്പോൾ നമ്മളെല്ലാം രോഗിയാകുന്ന ഒരാൾ ചോദിക്കുമ്പോൾ അയാൾ എങ്ങനെ സമാധാനിപ്പിക്കുമോ ആ രൂപത്തിൽ കൂടി നിന്നവരെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ സമയത്ത് ഇത്രയും ഗൗരവമായ വിഷയം ഇവിടെ ഉണ്ടാകുമ്പോൾ നമസ്കാരത്തിനെ പറ്റി ഇങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചിട്ടും അദ്ദേഹത്തിന് സമാധാനമാകുന്നില്ല. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട്, എന്തിനാണ് ഉമർ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത്? നീ ഇത്ര ധൈര്യവാനായ ആളാണല്ലോ, എന്താ ഇത്ര പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അലിയെ, എനിക്ക് മരണത്തിനെയല്ല മറിച്ച് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയാണ് പേടിയെന്ന് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമറെ നീ പേടിക്കണ്ട, നിന്നെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ രോഗത്തിന്റെ കഠിനത അത് വകവെക്കാതെ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അലിയെ, ഈ വിവരം നാളെ മഹ്ശറയിൽ വെച്ച് നീ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനും പറയും. ഇതാ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ കളിച്ചു വളർന്ന ഈ ഹസനും നിനക്ക് വേണ്ടി പറയും, അതുകൊണ്ട് നീ പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ശേഷം ഒരാൾ കടന്നു വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ ഭരണകാലത്തുണ്ടായ നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഒരുപാട് പാടി പുകഴ്ത്തുന്നുണ്ട്, ഒരുപാട് മദ്ഹുകൾ പറയുന്നുണ്ട്. അതെല്ലാം കേട്ടുകൊണ്ട് അയാൾ തിരിച്ചു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. നിന്റെ വസ്ത്രം നിന്റെ ഞെരിയാണക്ക് താഴെയാണ്, അത് നീ മുകളിലേക്ക് പൊക്കണം. അത് അങ്ങനെയുള്ള ആളുകളിലേക്ക് അള്ളാഹു കോപിക്കുമെന്ന് ഞാൻ നബി തങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അവസാനം വഫാത്താകുന്നത്. ഇത്തരത്തിൽ ഓരോ സഹാബിമാരുടെ ജീവിതം നാം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അവരുടെ ജാഹിലിയത്തും അവരുടെ ഇസ്ലാമും വെച്ച് നാം നോക്കുകയാണെങ്കിൽ എത്രത്തോളം അവരിലേക്ക് ആ വെളിച്ചം ഇറങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി തങ്ങൾ വെളിച്ചമായിരുന്നു എന്ന് നമ്മൾ മദ്ഹ് പറയുന്നതിന് അപ്പുറം മദ്ഹ് പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും ആ വെളിച്ചം കൊണ്ടുവരാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.